1980-കളിൽ മുംബൈ നഗരത്തെ വിറപ്പിച്ച അധോലോക നായകന്മാരാണ് ഹാജി മസ്താനും വരദരാജ മുതലിയാരും. അന്ന് മുംബൈ നഗരത്തിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. ഈ അധോലോക നായകന്മാരുടെ തണലിൽ മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ച പാർട്ടിയാണ് ശിവസേന. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിന്ന് മാറി ഒരു സമാന്തര സർക്കാരായിരുന്നു അന്ന് ശിവസേന. ആ ശിവസേനയുടെ നാളുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. മുംബൈ നഗരത്തെ വിറപ്പിച്ചത് ഹാജി മസ്താനും വരദരാജ മുതലിയാരും ആയിരുന്നെങ്കിൽ കോൺഗ്രസിനെ വിറപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ്. നിലവിൽ കേരളത്തിലുള്ള ഏറ്റവും മുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ ദിവസം രാഹുൽ വിഷയത്തിൽ ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഒരുങ്ങുന്നു. അപ്പോഴേക്കും പിന്നിൽ നിന്ന് രാഹുലിന്റെയും ഷാഫിയുടെയും ചോട്ടാ ഗ്യാങ്ങുകൾ കൂവി വാർത്താ സമ്മേളനം അലങ്കോലമാക്കും. ഇത്തരത്തിൽ ചെന്നിത്തല ഇതിൽ വ്യക്തമായി തന്നെ പ്രതികരിക്കുന്നതിനിടയിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ തട്ടിക്കയറുന്നത്. അതിന് തൊട്ടുപിന്നെ തന്നെ ചെന്നിത്തല ഈ മാധ്യമങ്ങളെ കാണുന്നത് നിർത്തി ഈ പരിപാടി സ്ഥലത്തേക്ക് മടങ്ങിയതിന് പിന്നാലെയാണ് വാക്കേറ്റവുമായി പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. അതായത് തങ്ങളുടെ ടീം ലീഡേഴ്സിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ പൂർണ്ണമായി തകർത്തു കളയുക, ഇതാണ് ഇവരുടെ രീതി. കേരളത്തിലെ തലമുതിർന്ന നേതാക്കളെ പോലും ഒതുക്കാനും ഹൈജാക്ക് ചെയ്യാനുമുള്ള ശേഷി ഈ സംഘം നേടിയിരിക്കുന്നു. മുംബൈയിലെ ഡി കമ്പനിയെ പോലെ കൊള്ള, കൊല, ബലാത്സംഗം, മോഷണം തുടങ്ങി എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു മാഫിയ സംഘമായി പരിണമിച്ച കോൺഗ്രസിനെ ഇനി കേരളം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം.